വ്യാപാര ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനെതിരെ കടുത്ത സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത്. യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കും 25% തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. അമേരിക്ക ഫസ്റ്റ് എന്ന തന്റെ തീവ്ര നിലപാട് ആവർത്തിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായി. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഈ പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. യുഎസുമായുള്ള വ്യാപാര കരാറുകൾ യൂറോപ്യൻ യൂണിയൻ ലംഘിക്കുന്നുവെന്നും അമേരിക്കൻ താൽപര്യങ്ങളെ ഹനിക്കുന്നുവെന്നുമാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. ദീർഘകാലമായി തുടരുന്ന വ്യാപാര കമ്മി നികത്താൻ ഇത്തരമൊരു കടുത്ത നീക്കം അത്യാവശ്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ യുഎസുമായുള്ള കരാറുകൾ പാലിക്കുന്നില്ല, അവർ നമ്മുടെ വിപണിയെ ചൂഷണം ചെയ്യുകയാണ്. ഇതിന് മറുപടിയായി യൂറോപ്പിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് അടുത്തയാഴ്ച മുതൽ 25% നികുതി വർദ്ധിപ്പിക്കും. ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു. അമേരിക്കൻ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഫാക്ടറികൾ സ്ഥാപിച്ച് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളെ ഈ തീരുവയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അതായത് BMW, വോക്സ്വാഗൻ, മെർസിഡൻസ് ബെൻസ് തുടങ്ങിയ യൂറോപ്യൻ വമ്പന്മാർക്ക് അമേരിക്കയിൽ വിപണി നിലനിർത്തണമെങ്കിൽ നിർമ്മാണ യൂണിറ്റുകൾ പൂർണ്ണമായും യുഎസിലേക്ക് മാറ്റേണ്ടി വരും. ഇത് യൂറോപ്പിലെ തൊഴിൽ മേഖലയെ സാരമായി ബാധിച്ചേക്കാം. ഈ പ്രഖ്യാപനം പുറത്തു വന്നതോടെ ആഗോള ഓട്ടോമൊബൈൽ ഓഹരികൾ കുത്തനെയിടിഞ്ഞു. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലെ വാഹന നിർമ്മാതാക്കൾക്ക് യുഎസ് വലിയൊരു വിപണിയാണ്. 25% നികുതി ചുമത്തുന്നതോടെ വാഹനങ്ങളുടെ വില കുത്തനെ കൂടുമെന്നും ഇത് വിൽപ്പനയെ ബാധിക്കുമെന്നും കമ്പനികൾ ഭയപ്പെടുന്നു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിൽ നിൽക്കുന്ന യൂറോപ്പിന് ഇത് കനത്ത പ്രഹരമായിരിക്കും. ട്രംപിന്റെ ഈ നീക്കം കേവലം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. അമേരിക്കൻ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നുവെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ തന്റെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന പാതയിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ നീക്കത്തിന് തിരിച്ചടിയായി യുഎസിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പും നികുതി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇത് പൂർണ്ണ തോതിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ തവണ ട്രംപ് ഭരണകൂടം സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ നിർമ്മിത ബൈക്കുകൾക്കും മദ്യത്തിനും നികുതി കൂട്ടി തിരിച്ചടിച്ചിരുന്നു. സമാനമായ ഒരു സാഹചര്യം വീണ്ടും സംജാതമാകുന്നത് ആഗോള വിതരണ ശൃംഖലയെ തകർക്കാൻ ഇടയാക്കും. അമേരിക്കൻ വാഹന വിപണിയിലെ ഉപയോക്താക്കളെയും ഈ തീരുമാനം ബാധിക്കും. യൂറോപ്യൻ കാറുകൾ ഇഷ്ടപ്പെടുന്ന അമേരിക്കക്കാർക്ക് ഇനി മുതൽ വലിയ തുക അധികമായി നൽകേണ്ടി വരും. ഇത് രാജ്യത്തെ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. വാഹന ഭാഗങ്ങളുടെ ഇറക്കുമതിയെയും ഈ തീരുവ ബാധിച്ചേക്കാം. ജർമ്മൻ ചാൻസലറും ഫ്രഞ്ച് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കൾ ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കാനാണ് യൂറോപ്പ് താൽപര്യപ്പെടുന്നത് എങ്കിലും ഏകപക്ഷീയമായി ഇത്തരം തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ സജീവമാകും. ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിലെ അസ്ഥിരത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യൻ വിപണികളിലും ഇതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. ആഗോള സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾ ഒഴിവാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നാണയനിധിയും പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. കാറുകൾക്ക് പുറമെ ട്രക്കുകൾക്കും തീരുവ ബാധകമാക്കിയത് ചരക്ക് ഗതാഗത മേഖലയും ബാധിച്ചേക്കാം. ലോജിസ്റ്റിക്സ് ചെലവ് വർദ്ധിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. അമേരിക്കൻ നിർമ്മാണ മേഖലയ്ക്ക് ഇത് ഗുണകരമാകുമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും പ്രായോഗിക തലത്തിൽ ഇത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ അമേരിക്കയ്ക്ക് ലാഭകരമല്ലെന്നാണ് ട്രംപിന്റെ പക്ഷം. മറ്റു രാജ്യങ്ങൾ അമേരിക്ക ഒരു പിഗ്ഗി ബാങ്കായി കാണുകയാണെന്നും അത് ഇനി അനുവദിക്കില്ലെന്നും അദ്ദേഹം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഈ വാദത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ ഭീഷണി. അടുത്തയാഴ്ച മുതൽ പുതിയ നികുതി നിരക്ക് നിലവിൽ വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനകം തന്നെ US കസ്റ്റംസ് വിഭാഗത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയതായാണ് സൂചന. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തരം മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് വ്യാപാര രംഗത്ത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് വഴി തെളിയിക്കും. ട്രംപിന്റെ ഈ നീക്കം ചൈനയുമായുള്ള വ്യാപാര തർക്കങ്ങളെക്കാൾ സങ്കീർണമാകാനാണ് സാധ്യത. കാരണം യൂറോപ്പ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ്. പ്രതിരോധ മേഖലയിലും മറ്റ് സഹകരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം സാമ്പത്തിക പോരാട്ടങ്ങൾ നാറ്റോ പോലുള്ള സഖ്യങ്ങളുടെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കാം. അമേരിക്കയിലെ വാഹന ഡീലർമാരും ആശങ്കയിലാണ്. തങ്ങളുടെ പക്കലുള്ള സ്റ്റോക്കുകൾ വിറ്റഴിക്കുന്നതിലും പുതിയ ഓർഡറുകൾ നൽകുന്നതിലും അവർക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളെ ആശ്രയിക്കുന്ന ചെറുകിട ബിസിനസ്സുകാരെയും ഇത് പ്രതികൂലമായി ബാധിക്കും. യൂറോപ്യൻ കമ്പനികൾക്ക് അമേരിക്കയിൽ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങുക എന്നത്
അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വലിയ നിക്ഷേപവും സമയവും ആവശ്യമാണ്. പെട്ടെന്നുണ്ടായ ഈ തീരുവ വർധനവ് പല കമ്പനികളുടെയും ഭാവി പദ്ധതികളെ തകിടം മറിക്കും. തൊഴിൽ നഷ്ടം ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് യൂറോപ്പിലെ തൊഴിലാളികൾ. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ എപ്പോഴും പ്രവചനാതീതമാണ്. ഇന്ന് യൂറോപ്പിനെതിരെ തിരിഞ്ഞ അദ്ദേഹം നാളെ മറ്റൊരു രാജ്യത്തിന് നേരെയും ഇത്തരം നീക്കങ്ങൾ നടത്തിയേക്കാം. ഈ അനിശ്ചിതത്വം ആഗോള നിക്ഷേപകരെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. സുരക്ഷിതമായ നിക്ഷേപ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നത് സാമ്പത്തിക മേഖലയ്ക്ക് ഗുണകരമല്ല. വ്യാപാര കരാറുകൾ ലംഘിക്കുന്നു എന്ന ട്രംപിന്റെ ആരോപണം യൂറോപ്യൻ യൂണിയനുകൾ തള്ളിക്കളയുന്നു. തങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും അമേരിക്കയുടെ നീക്കം നിയമവിരുദ്ധമാണെന്നുമാണ് അവരുടെ വാദം. ഈ തർക്കം ലോക വ്യാപാര സംഘടനയുടെ പരിഗണനയ്ക്ക് വരാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ട്രംപിന്റെ താരിഫ് ഭീഷണി ലോകത്തെ ഒരു പുതിയ സാമ്പത്തിക യുദ്ധത്തിലേക്ക് വക്കിലെത്തിച്ചിരിക്കുകയാണ്. അടുത്തയാഴ്ച എന്ത് സംഭവിക്കുമെന്ന് വ്യാപാര ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അമേരിക്കയുടെ ഈ കടുത്ത നിലപാട് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഏത് ദിശയിലേക്ക് നയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് വലിയ പ്രതിസന്ധികൾക്ക് വഴിമാറും.